ഒന്ന് നിൽക്കൂ, നിങ്ങളൊരു AC വാങ്ങുന്നതിന് പോവുകയാണ്. അതോ ഒരു വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഫാൻ, അയൺ ബോക്സ്, ഏതെങ്കിലും ഇലക്ട്രിക്കൽ ഉപകരണം എങ്കിൽ ഞാൻ പറയുന്ന കൂടി കേൾക്കണേ. കറണ്ട് ചാർജ് ലാഭിക്കാൻ മാത്രമല്ല, നമ്മുടെ വീടിന് ഉപയോഗിക്കേണ്ട ആവശ്യമായ ഗുണനിലവാരമുള്ള ഉപകരണം തന്നെ വാങ്ങാൻ ഉപകരിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അതോ നിങ്ങൾ ഇവയെല്ലാം ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ തീർച്ചയായും ഞാൻ പറയുന്ന കൂടി കേൾക്കേണ്ടി വരും. കറണ്ട് ചാർജ് ലാഭിക്കാൻ മാത്രമല്ല, ശരിയായ ഉപയോഗം എങ്ങനെയെന്ന് പറഞ്ഞു കൊടുത്തരാം. ഒരു ഇലക്ട്രിസിറ്റിക്കാരന്റെ നിർദ്ദേശമായി കരുതേണ്ട, ഒരു കൺസ്യൂമർ ഫ്രണ്ടിൻ്റെതായി കരുതിയാലും മതി. എവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഞാൻ ഇലക്ട്രിസിറ്റിയെ പറ്റി പറഞ്ഞു. ഇലക്ട്രിസിറ്റി ലാഭിക്കുന്ന ഫ്രിഡ്ജിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. ഒത്തിരിയധികം ടിപ്സുകളുണ്ട്. നാം ചെയ്യുന്ന ഒത്തിരിയധികം തെറ്റായ രീതികളുണ്ട്. ഒരു AC ഉപയോഗിക്കുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കണം, ഒരു അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, അതുപോലെ സ്റ്റാർ റേറ്റിംഗ്സ് എന്തിനേക്ക് ബേസ് ചെയ്തിട്ടാണ്? തോന്നുന്നത് എല്ലാത്തിനും കൊടുക്കാവുന്ന ഒന്നല്ല സ്റ്റാർ റേറ്റിംഗ്. മാക്സിമം 20 ഐറ്റംസിനെ സ്റ്റാർ റേറ്റിംഗ് ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. കൺസ്യൂമർ എഡിറ്റിംഗ് എന്ന് മഹാത്മാഗാന്ധി പണ്ട് പറഞ്ഞത് ഇപ്പോഴുമുണ്ട്. പക്ഷേ നമ്മളെ ഒരു പറ്റിക്കപ്പെടേണ്ട വിഭാഗമായിട്ട് കാണുന്ന കച്ചവട തന്ത്രങ്ങളാണ് ഇവിടെയുള്ളത്. എവിടെയും കാര്യം, നാം ഇപ്പോഴും പോക്കറ്റ് മറ്റുള്ളവർക്കായി തുറന്നു വയ്ക്കുന്നവരാണ്. അത് വാണിജ്യത്തിനായാലും വ്യവസായത്തിനായാലും ആത്മീയതയ്ക്കായാലും. പക്ഷെ ഇവിടെ നമ്മൾ വിചാരിച്ചാൽ നമ്മളുടെ കയ്യിലാണ് താക്കോൽ. കൂട്ടൊരു പക്ഷേ AC വിലയിലായിരിക്കാം, പക്ഷെ താക്കോൽ നമ്മുടെ അടുത്താണ്. നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ കറണ്ട് കാശ്. ഞാൻ തുടങ്ങിയതാണ് AC-യിലൂടെ. നമ്മൾ അതിനു മുമ്പായിട്ട് ഒരു വ്യക്തി പറഞ്ഞ ഒരു കാര്യത്തിലോട്ട് വരികയാണ്. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, സാറ് രക്ഷപ്പെട്ടു, നിങ്ങളുടെ കറണ്ട് പോയാലും ഞങ്ങൾ രക്ഷപ്പെട്ടു, AC കിടക്കാമല്ലോ. ഞാനപ്പോ ചോദിച്ചു, അതെന്താ? കഴിഞ്ഞ ആഴ്ച വീട്ടിലേക്ക് ഒരു AC വാങ്ങി, അത് ഇൻവെർട്ടറിലും പ്രവർത്തിക്കും. എനിക്ക് അത്ഭുതം തോന്നി. ഒരു സ്ഥാപനത്തിന്റെ ഹെഡാണ് അദ്ദേഹം പറഞ്ഞതാണ് ഇങ്ങനെ. ഞാൻ ചിന്തിക്കുകയാണ്, ഓരോരുത്തർക്കും കിട്ടുന്ന അറിയുന്ന അറിവുകളല്ലേ അവർക്കുള്ളത്. പക്ഷേ നല്ലൊരു അറിവ്, വ്യക്തമായ അറിവ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ ഒത്തിരി നന്നായിരിക്കും തോന്നിയാണ്. ഒന്നോ രണ്ടോ വാക്കുകളിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ട മറുപടി അല്ല എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സാവധാനം എല്ലാം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഞാൻ ചിന്തിക്കുന്നത്, അത് നിങ്ങൾക്കും അത് കിട്ടേണ്ടതാണെന്ന്. ഇൻവെർട്ടർ എന്നാൽ കറണ്ട് പോകുമ്പോൾ കറണ്ട് തരുന്നതല്ലേ എന്നാണ് അവർ ചിന്തിച്ചത്. ഇൻവെർട്ടർ AC എന്ന് പറഞ്ഞാൽ കറണ്ട് പോയാൽ വർക്ക് ചെയ്യാനുള്ളതല്ലേ എന്നും ചിന്തിച്ചു. സാധാരണക്കാരന്റെ സംശയങ്ങളാണത്. പലർക്കും ഇൻവെർട്ടർ AC എന്താണെന്നറിയില്ല, പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നറിയില്ല. കഴിഞ്ഞിടെ ഒരാൾ എന്നെ പതുക്കെ ഫോൺ ചെയ്തിട്ട് പറയുകയാണ്, സാറേ, ഈ പരസ്യമൊക്കെ ഭയങ്കര തട്ടിപ്പാണല്ലേ. ഇൻവെർട്ടറിലും പ്രവർത്തിക്കുന്ന AC ആണ് ഞങ്ങളുടെ വീട്ടിൽ വാങ്ങിയത്. പക്ഷെ കറണ്ട് പോയാൽ AC ഉരുളെന്ന് പോലുമില്ല, ഓണും ആകില്ല, റിമോട്ട് മാത്രം തെളിയുകയും കെടുകയും ചെയ്യും. കൂടിയ കാശ് കൊടുത്ത് വാങ്ങുകയും ചെയ്തു. കറണ്ട് പോയാൽ AC-യും പോകും. രണ്ടു പേർക്കുണ്ടായിരുന്ന സംശയം ഇൻവെർട്ടർ എന്നത് തന്നെയാണ്. കാരണം ഇൻവെർട്ടറിൽ AC വർക്ക് ചെയ്യുമോ? ഇൻവെർട്ടർ AC എന്ന് പറഞ്ഞാൽ ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യുന്ന AC എന്നാണോ, അപ്പൊ കറണ്ട് കുറവ് മതി എന്നാണോ ഉദ്ദേശിക്കുന്നതെന്ന് ചെറുതായിട്ട് അതൊരു സൂചനയാണെങ്കിലും എന്നാൽ അതല്ല. ഇൻവെർട്ടർ എന്ന് പറയുന്നത് വൈദ്യുതിയുടെ രൂപം മാറ്റുന്ന ഒരു ഉപകരണം എന്നാണ്. കാരണം മാറ്റം വരുത്തുന്ന ഒന്നാണ്. അതായത് DC-യിൽ നിന്ന് AC-യിലേക്ക്. DC മീൻസ് ഡയറക്റ്റ് കറണ്ട്, AC മീൻസ് ആൾട്ടർനേറ്റീവ് കറണ്ട്. അതായത് നമ്മുടെ വീട്ടിലിരിക്കുന്ന ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ആ ഇൻവെർട്ടറിലെ ബാറ്ററി കാണാറുണ്ട് അല്ലേ? ഒരു 12 വോൾട്ടിന്റെ ബാറ്ററി കാണാറുണ്ട്. ആ ബാറ്ററി എന്ത് ചെയ്യും? കൺവെർട്ട് ചെയ്യും ആൾട്ടർനേറ്റീവ് കറണ്ടായി. നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടായി AC ആയിട്ട്. അത് AC കറണ്ട് അല്ല, ആൾട്ടർനേറ്റീവ് കറണ്ട്. ആൾട്ടർനേറ്റീവ് കറണ്ട് എന്നാ പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ട് പറയുന്നത് ആൾട്ടർനേറ്റീവ് കറണ്ട്. അതിനെപ്പറ്റി പറയാനുണ്ടെങ്കിൽ കുറെ പറയാനുണ്ട്. DC എന്ന് പറയുന്നത് ബാറ്ററിയിൽ നിന്ന് ലഭിക്കുന്ന കറണ്ട്. അപ്പൊ അതിന്റെ ഫ്രീക്വൻസിയും ഇതിന്റെ ഫ്രീക്വൻസിയും ഒക്കെ ഡിഫറൻസുകളൊക്കെ പറഞ്ഞാൽ മാത്രമേ അറിയാം. അല്ലെങ്കിൽ തന്നെയും അതിനെപ്പറ്റി പറയുന്നില്ല.
നമ്മുടെ വീട്ടിലെ ഇൻവെർട്ടർ എന്ന് പറയുന്നത് പവർ ഇൻവെർട്ടർ ആണ്. അതായത് ബാറ്ററി സിസ്റ്റം. ബാറ്ററിയിലെ കറണ്ടിനെ എന്താക്കി മാറ്റുന്നു? ആൾട്ടർനേറ്റീവ് കറണ്ടായി മാറ്റുന്നു. അതോടൊപ്പം തന്നെ ആ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. സ്റ്റെപ്പ് അപ്പ് ചെയ്ത് വെറും 12 വോൾട്ട് എന്നത് എന്തായി മാറും? 230 വോൾട്ടായി മാറും. അതിന്റെ പ്രവർത്തനം പറയുകയാണെങ്കിൽ കൂടുതൽ പറയാനുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, എ സിയിലേക്ക് തന്നെ പോരുകയാണ്. സബ്ജക്റ്റ് ഔട്ട് ആവുന്നില്ല. അപ്പൊ നമ്മൾ വീട്ടിലേക്ക് ഇൻവെർട്ടർ ചെയ്യുന്നത് ഡി സി എന്നല്ല എ സിയിലേക്ക് മാറ്റി ഫാൻ, ലൈറ്റ് എന്നിവ പ്രവർത്തിപ്പിക്കും. പക്ഷേ എ സി പ്രവർത്തിക്കില്ല, അത്രയധികം പവർ ഉള്ളതുകൊണ്ടാണ്. ഓരോ ഇൻവെർട്ടറിനും ഇത്ര പവർ ഉണ്ട്, 1.5 അങ്ങനെ പല പല പവർ ഉണ്ട്. ആ പവറിൽ എത്രയൊക്കെ യൂസ് ചെയ്യാം, അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ആയിട്ട് തരാം. എ സി ഇൻവെർട്ടർ എന്ന് പറയുന്നത് കറന്റ് ഇൻവെർട്ടർ ചെയ്യുന്നത് മാത്രമല്ല, ഫ്രീക്വൻസി കൺട്രോൾ ചെയ്യുന്നത് കൂടിയാണ്. കംപ്രസർ സ്പീഡിൽ കൺട്രോൾ ചെയ്യാനാണ് നമ്മുടെ എ സിയിലെ ഇൻവെർട്ടർ ഉപയോഗിക്കുന്നത്. എന്താണ്? കംപ്രസർ സ്പീഡ് കൺട്രോൾ ആണ് അതിൽ ഉപയോഗിക്കുന്നത്. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനായിട്ട്, നോർമൽ എ സി, ഇപ്പോ ഇൻവെർട്ടർ എ സി അല്ല, നോർമൽ എ സി ആണെങ്കിൽ ഓൺ ഓഫ് മാത്രമാണ് അതിനുള്ളത്. പക്ഷെ ഇൻവെർട്ടർ എ സിയിലാണെങ്കിലോ സ്പീഡ് സ്ലോ, ഫാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യും. അതായത് സ്പീഡും സ്ലോയും ഫാസ്റ്റും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇൻവെർട്ടർ എ സിക്ക്. പക്ഷേ സാധാരണ എ സി ആണെങ്കിലോ, ഇൻവെർട്ടർ എ സി അല്ലാത്ത എ സി ആണെങ്കിലോ, മുമ്പുള്ള എ സി ആണെങ്കിലോ ഓൺ ഓഫ് മാത്രം. ബാറ്ററി ഇൻവെർട്ടർ എന്ന് പറയുന്നത് പവർ ബാക്കപ്പ് എന്ന് പറയാം. ഇൻവെർട്ടർ എ സി എന്ന് പറഞ്ഞെങ്കിൽ സ്മാർട്ട് കൂളിംഗ് കൺട്രോൾ എന്ന് പറയാം. അപ്പൊ ഇൻവെർട്ടർ എ സിയും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എ സിയും തമ്മിൽ വ്യത്യാസം ഇതാണ്. ഒന്ന് പവർ ബാക്കപ്പ് ആണ്, ഒന്ന് സ്മാർട്ട് കൂളിംഗ് കൺട്രോൾ ആണ്. അപ്പോ ആ ഇൻവെർട്ടറിൽ കൂടി നമ്മുടെ ഇൻവെർട്ടർ വർക്ക് ചെയ്യുന്നല്ല ഇത് ഉദ്ദേശിക്കുന്നത്. സ്മാർട്ട് കൂളിംഗ് കൺട്രോളിംഗ് ആണ് നമ്മുടെ ഇൻവെർട്ടർ എ സി എന്നാൽ. മറ്റേ എ സി അല്ല എന്ന് തന്നെ നിങ്ങൾ കരുതുക. വേനൽക്കാലമല്ലേ, ചൂട് വളരെയധികമാണ്. ഏതൊക്കെ ബ്രാൻഡുകളുടെ പരസ്യങ്ങളോ സെയിൽസ്മാന്റെ വാചകത്തിലും എന്നതിലുപരി ഏത് തരമാണ് നമ്മുടെ വീടിനും പോക്കറ്റിനും മക്കൾക്കും നമ്മൾക്കും, അതായത് ഭാവിയിലേക്കും വേണ്ടതെന്ന് അറിയുന്നേ. ഇന്ന് എ സിയെ പറ്റിയാണ് പറയുന്നത്, നാളെ ഫ്രിഡ്ജ്, അങ്ങനെ കറണ്ട് ലാഭിക്കാനുള്ള ഒത്തിരി ഉപകരണങ്ങളെ പറ്റി പറയാം. നാം എ സി കണ്ടുപിടിക്കുന്ന സമയത്തും പിന്നീട് കുറെ കാലത്തും എ സിയുടെ പേര് എന്തായിരുന്നു എന്നറിയാം. അപ്പാരറ്റസ് ഫോർ ട്രീറ്റിംഗ് എയർ എന്നായിരുന്നു പേര്. വായു ചികിത്സയ്ക്കുള്ള ഉപകരണം, അപ്പാരറ്റസ് ഫോർ ട്രീറ്റിംഗ് എയർ. 1902 വില്ലിസ് ഹാവിലാൻഡ് കാരിയർ ആണ് എ സി കണ്ടുപിടിച്ചത്. അതിനുശേഷം 4 വർഷം കഴിഞ്ഞാണ്, അതായത് 1906 എയർ കണ്ടീഷനിങ് എന്നായത്. പിന്നീട് ആ പേര് പോപ്പുലർ ആവുകയും എയർ കണ്ടീഷണർ എന്ന് വാങ്ങുകയും ചെയ്യും. എ സി വാങ്ങുമ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾ നോക്കുന്നത്? ആദ്യം പോക്കറ്റ് അല്ലേ, നമ്മൾ എത്ര രൂപയ്ക്ക് വാങ്ങിക്കാം, അതായത് റേറ്റ്. പിന്നെ പരസ്യം, പിന്നെ എ സിയുടെ വലിപ്പം. തൊട്ടടുത്തുള്ള വീടിന്റെ എ സിയേക്കാളും വലിപ്പമുള്ളതാവണം നമ്മുടെ, അവരെക്കാളും ബ്രാൻഡിലാവണം നമ്മുടെ, അല്ലേ? ആ തരത്തിലാണ്. പിന്നെ നോക്കുന്നത് ടണ്ണേജ് ആണ്. നമ്മള് നമ്മുടെ മുറിയുടെ വലിപ്പമോ വീടിന്റെ വലിപ്പമോ നോക്കാതെ ടണ്ണേജ് എടുക്കും. പിന്നെയുള്ളത് വാട്ടേജ് ആണ്. പിന്നെയുള്ളത് സ്റ്റാർ റേറ്റിംഗ് ആണ്. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, മാനദണ്ഡങ്ങൾ നോക്കിയാണ് എടുക്കുന്നത്. ഇത് മാത്രം അറിഞ്ഞാൽ മതിയോ? ഇങ്ങനെ മാത്രം അറിഞ്ഞാൽ മതിയോ? ഒരു സെയിൽസ്മാനോ ഒരു ഇലക്ട്രീഷ്യനോ ഒരു പരസ്യദാതാവോ പറയുന്നത് മാത്രം മതിയോ? നമ്മുടെ മുറിക്ക് പറ്റിയ ടണ്ണേജ് എത്രയെന്ന് അറിയണം. ഒരു എ സിയുടെ ബി ലെവൽ എങ്ങനെയെന്ന് അറിയണം. ബി ലെവൽ എന്ന് പറഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. എന്താണ് ബി ലെവൽ? ബി മീൻസ് വെറും ബി അല്ല, BEE ലെവൽ ആണ്. അതായത് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ആണ്. അതിനെപ്പറ്റി ഞാൻ വിശദമായി ഞാൻ പറയുകയാണ്. ഒത്തിരി അറിയാനുണ്ട്. ആദ്യം എ സി എത്ര തരം, ഞാൻ ഇൻവെർട്ടർ എ സിയിലേക്കും നോൺ ഇൻവെർട്ടർ എ സിയിലേക്കും വരാം. അതിനു മുമ്പായിട്ട് എ സി എത്ര തരം എന്ന് നമ്മൾ അറിയണം. 7 തരം എ സി ആണ് നമ്മൾക്കൂടെ ഉള്ളത്. ലോകത്ത് ഏറ്റവും കൂടുതൽ എ സി ഉപയോഗിക്കുന്നത് അമേരിക്കക്കാരാണ്. അതായത് 90% എ സി ആണ് അവർ ഉപയോഗിക്കുന്നത്. എന്നാൽ ചൈനയിൽ 60%. നാം കരുതുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ഇന്ത്യയിൽ
വെറും 10% താഴെയാണ്. 6%-നും 10% ഇടയ്ക്കാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. എന്നാൽ കേരളത്തില് നാഷണൽ ശരാശരി, അതായത് ദേശീയ ശരാശരി നോക്കുമ്പോൾ അതിൽ 8 മുതൽ 12% വരെ AC ഉപയോഗിക്കുന്നവരാണ് കേരളത്തില്. ഇനി 7 തരം AC എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ആദ്യത്തെ വിൻഡോ AC ആണ്. വിൻഡോ AC എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, പണ്ട് ഓരോ വീടുകളിലെയും ഏറ്റവും മുൻഭാഗത്ത് കാണിക്കുന്ന ഒന്നായിരുന്നു വിൻഡോ AC. അതായത് ബോക്സ് പോലെ ഇരിക്കുന്നത്. അതായത് അത് 1 ടൺ 1.5 ടൺ ഒക്കെ ഉണ്ട്. അത് സിംഗിൾ യൂണിറ്റ് ആണ്. അതായത് ഔട്ട്ഡോറും ഇൻഡോറും അതിൽ തന്നെയാണുള്ളത്. ഒരു വാളിൽ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വിൻഡോയിൽ ഫിറ്റ് ചെയ്യാം. അതൊരു ചെറിയ റൂമിന് വേണ്ടിയിട്ടാണ് അത് ഫിറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സ്പ്ലിറ്റ് AC. സ്പ്ലിറ്റ് AC ആണ് മോസ്റ്റ് കോമൺ. വെച്ചാൽ എല്ലായിടത്തും തന്നെ ഉള്ളത്, നമ്മുടെ വീടുകളിലേക്ക് വാങ്ങിക്കുന്നത് സ്പ്ലിറ്റ് AC ആണ്. അത് റേറ്റ് കൂടുതലാണ് ആയിട്ട്. അതിന് ഇൻഡോറും ഔട്ട്ഡോറും യൂണിറ്റിന് സെപ്പറേറ്റ് ആണ്. ഇൻഡോർ യൂണിറ്റും, അതായത് എയർ വലിച്ചെടുക്കാനുള്ളതും, പുറത്തേക്ക് വെക്കുന്നത് എയർ പുറത്തേക്ക് എടുക്കാനുള്ളതാണ്. അത് ലിവിംഗ് റൂംസിന്, ബെഡ്റൂംസിന് ഒക്കെ എടുക്കും. നോയ്സ് വളരെ കുറവാണ്, ബെറ്റർ കൂളിംഗ് ആണ്, കാണാൻ അടിപൊളി ലുക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സ്പ്ലിറ്റ് AC ആണ്. ഇനി നെക്സ്റ്റ് പോർട്ടബിൾ AC ആണ്. പോർട്ടബിൾ AC എന്ന് പറയുന്നത് നമുക്ക് കൊണ്ടു നടക്കാം. ഈ മുറിയിൽ നിന്ന് അടുത്ത മുറിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ഔട്ട്ഡോർ കൊണ്ടുപോകാം, എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. മൂവബിൾ ആണ്. അത് പെർമനന്റ് ഇൻസ്റ്റലേഷൻ ഇല്ല, ഇൻസ്റ്റലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലഗ് ചെയ്താൽ മതി. അതിന് വീലുണ്ട്. ഏതെങ്കിലും മുറി വേണമെങ്കിൽ മാറി ഉപയോഗിക്കാം, കിച്ചണിൽ ഉപയോഗിക്കാം, ബാത്റൂമിൽ വരെ നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മുടെ വീട് ഒരു റെന്റൽ വീടാണ്. അപ്പൊ റെന്റൽ വീടാകുമ്പോൾ നമ്മൾ ഭിത്തിയിൽ പിടിപ്പിക്കുമ്പോൾ അത് ഹൗസ് ഓണർക്ക് ബുദ്ധിമുട്ടാവും. അപ്പൊ പോർട്ടബിൾ AC ആണെങ്കിലോ നമുക്കത് ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അത് നമുക്ക് ഉണ്ടാവും. അപ്പൊ ടെമ്പററി യൂസ് ആണ്. പിന്നെ കൂളിംഗ് പവർ കുറവാണ് തന്നെ എന്ന് ചിന്തിക്കുക. അതുപോലെ നോയ്സ് കൂടുതലായിരിക്കും. ഇനിയുള്ളത് കാസറ്റ് AC എന്ന് പറയും. സീലിംഗിൽ ഫിറ്റ് ചെയ്യുന്ന AC-ക്കാണ് കാസറ്റ് AC. ഇതിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ 4 സൈഡിലേക്കും എയർ ഫ്ലോ ഉണ്ടാവും. നമ്മൾ കണ്ടിട്ടുണ്ടാവും ചില ഷോപ്സുകളിൽ, ഓഫീസുകളിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ മുകളിലൊരു ലൈറ്റിന്റെ പോലത്തെ പിടിപ്പിച്ചിട്ടുണ്ടാവും. അതാണ് കാസറ്റ് AC എന്ന് പറയുന്നത്. ഇത് സീലിംഗിൽ തന്നെ ഹിഡൻ ആയിട്ടും ഇൻസ്റ്റാൾ ചെയ്യും, പുറത്ത് ചെയ്യാം, അല്ലെ കാണിക്കാതെ ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് ഡെറ്റാക്റ്റബിൾ അല്ലെങ്കിൽ സെൻട്രൽ AC. വലിയ വലിയ വീടുകൾക്ക്, വലിയ റൂമുകൾക്ക്, ഇപ്പോൾ ടെക്സ്റ്റൈൽസ്, വലിയ ഹോട്ടലുകൾ, ഇതെല്ലാം ചെയ്യുന്നത് ഡക്ട്സ് വഴി എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ്. അതാണ് ഡക്റ്റാക്റ്റബിൾ എന്ന് പറയുന്നത്. ഡക്ട്സ് വഴി എയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ഏറ്റവും കൂടുതൽ വലിയ വില്ലാസ്, മാൾസ്, ഇപ്പൊ തന്നെ ഈ സെൻട്രലൈസ്ഡ് AC ആണ്. ചില വലിയ വീടുകളും സെൻട്രലൈസ്ഡ് AC ആണ്. ഇത് കൂളിംഗ് സിസ്റ്റം അടിപൊളിയാണ്, സൗണ്ട്സ് ഇല്ല, വളരെ സുഖമാണ്. ഇനി നെക്സ്റ്റ് ഉള്ളത് ഫ്ലോറിംഗ് സ്റ്റാൻഡിങ് AC ആണ്. അതായത് നിലത്ത് നിർത്തുന്ന, നമ്മൾ കണ്ടിട്ടുണ്ടാകും ചില ഇടങ്ങളിലും ചില വിവാഹാഘോഷങ്ങളിലും ഫ്ലോറിൽ നിർത്തി വെക്കുന്ന അല്ലെങ്കിൽ നീളത്തിൽ വെക്കുന്ന AC. അത് വലിയ കാഴ്ച, വലിയ ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ എയർ കൂളർ യൂസ് ചെയ്യാറുണ്ടല്ലേ, ആ എയർ കൂളറിന് പല ഫങ്ഷൻസ്, ഒരു കല്യാണത്തിലായാലും മറ്റുള്ളവരെ കൊണ്ടുപോകുന്നത്, മണിക്കോലത്തിലായാലും കഥ കൊണ്ടുപോയി വെക്കുന്നത്. പക്ഷെ ഇപ്പൊ അതല്ല, അവര് ആ ടൈപ്പ് ഫ്ലോർ AC ആണ് നീളത്തിലുള്ളതാണ് വെക്കുന്നത്. അതിന് ടെമ്പറേച്ചർ എക്സാക്ട് കൺട്രോൾ ചെയ്യാം, കാര്യം പുറത്തുനിന്ന് എയർ എടുക്കും. അതുപോലെ തന്നെ ഇത് സൗണ്ട് കുറവാണ്, ഫാനിന്റെ പോലെ തന്നെ പ്രവർത്തിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡയറക്ഷൻ മാറ്റാമെന്നുള്ളത് വൈഡായിട്ട് കിട്ടണമെന്നില്ല, അതിനുള്ളിലുള്ള സ്വിങ് ഓപ്പൺ ചെയ്താൽ അത് കിട്ടുമല്ലോ. പ്രെസിഷൻ AC, ഏഴാമത്തെ പ്രെസിഷൻ AC എന്ന് പറയും, സ്പെഷ്യൽ AC. അപ്പൊ ടെമ്പറേച്ചർ എക്സ്ട്രാക്ട് കൺട്രോൾ ചെയ്യാം. സെർവർ റൂമിന് പ്രത്യേകത ഉണ്ടാവും, ലാബ് പ്രത്യേകത ഉണ്ടാവും. അപ്പൊ അതായത് അത് സെർവർ റൂമിൽ അവരിൽ നിന്ന് അത് കൺട്രോൾ ചെയ്യുന്നത്, അതാണ് പ്രെസിഷൻ AC എന്ന് പറയുന്നത്. അത് ഷോർട്ട് ആയിട്ട് ഞാൻ പറയാണ്. വിൻഡോ എന്ന് പറയുന്നത് സ്മോൾ റൂമിനാണ്, സ്പ്ലിറ്റ് എന്ന് പറയുന്നത് ഹോം ഹൗസിനാണ്, പോർട്ടബിൾ എന്ന് പറയുന്നത് ടെമ്പററി ആണ്, കാസറ്റ് എന്ന് പറയുന്നത് ഓഫീസ് ഷോപ്പാണ്, ഡെറ്റാക്റ്റബിൾ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് എന്ന് പറയുന്നത് വോൾ ബിൽഡിംഗ് ആണ്, ഫ്ലോർ സ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് ലാർജ് ഹാളിലാണ്. ഇത്രയാണ് ഇത്. AC നമ്മൾ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ചോദിക്കും അത് എത്ര ടണ്ണാണ്.
എത്ര വാട്ടേജ് എന്നല്ല ചോദിക്കുന്നത്, എത്ര ടണ്ണാണ്. പക്ഷെ ആ എ സിയെ പറ്റി അറിയാത്തവർ ചോദിക്കണമെങ്കിൽ എന്ത് പറയും? എത്ര വാട്ടേജ് ആണെന്ന് ചോദിക്കും. രണ്ടും ഒരുപോലെ തന്നെയാണ്. എ സി വാങ്ങുമ്പോൾ ടണ്ണേജ് മാത്രം നോക്കി വാങ്ങുന്നത് ഒരു അബദ്ധമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് നോക്കിയാൽ പല പ്രശ്നങ്ങളും പറയാം. കുറഞ്ഞ കൂളിങ്, അധിക വൈദ്യുതി ചെലവ്, ടണ്ണേജും എന്താണെന്ന് ഞാൻ പറയാം. അതോടൊപ്പം തന്നെ വാട്ടേജും പറയാം. എന്താണ് ടണ്ണേജും വാട്ടേജും തമ്മിലുള്ള വ്യത്യാസം എന്നറിയാം. ടണ്ണേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എ സിയുടെ ടൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂളിംഗ് കപ്പാസിറ്റിയാണ്. വാട്ടേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ കറന്റിന്റെ പവറാണ്. പലർക്കും ഇത് തമ്മിൽ തെറ്റാറുണ്ട്. കൂളിംഗ് കപ്പാസിറ്റി മീൻസ് തണുപ്പിക്കുന്ന ശേഷിയാണ്. ഒരു എ സി എത്ര വേഗം എത്ര വലിയ റൂം തണുപ്പിക്കുന്നു എന്നതിനെ കാണിക്കാനാണ് ടൺ എന്ന് പറയുന്നത്. ഇപ്പോ ഒരു ടൺ എ സി എന്ന് പറയുന്നത് ചെറിയ മുറി, അതായത് 100 സ്ക്വയർ ഫീറ്റിനും 120 സ്ക്വയർ ഫീറ്റിനും ഇടയിലുള്ള ഒരു മുറിയെ തണുപ്പിക്കാനായിട്ട് ഒരു ടണ്ണാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു 1.5 അത് 125 മുതൽ 150 175 സ്ക്വയർ ഫീറ്റ് വരെയുള്ള മുറികൾ തണുപ്പിക്കാനാണ്. 2 ടണ്ണാണെങ്കിൽ 175 മുകളിലേക്ക് 250 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഓരോ തലങ്ങളിലും വ്യത്യസ്ത അളവിലാണ് ഈ ടൺ കണക്കാക്കുന്നത്. ഒരു ടൺ എന്ന് പറയുമ്പോൾ എത്ര വാട്ടേജ് ഉണ്ടാവും? 3.5 കിലോ വാട്ട് കൂളിംഗ് കപ്പാസിറ്റി ആണ് ഒരു ടണ്ണിന്. അപ്പൊ തണുപ്പ് നൽകുന്ന പവറിനെയാണ് കൂളിംഗ് കപ്പാസിറ്റി. അതായത് 1 ടൺ മീൻസ് 3.5 കിലോ വാട്ട്. അപ്പൊ 2 ടൺ എന്ന് പറഞ്ഞാലോ 7 കിലോ വാട്ട് കൂളിംഗ് കപ്പാസിറ്റി. വൈദ്യുതി ഉപയോഗത്തെ, ഇലക്ട്രിസിറ്റി കൺസംഷന് ഒരു എ സി വർക്ക് ചെയ്യാൻ എത്ര കറണ്ട് ഉപയോഗിക്കുന്നു എന്നതാണ്. ഇപ്പൊ ഒരു ടൺ എ സി ആണെങ്കിൽ 900 മുതൽ 1200 വാട്ട്സ് വരെ അപ്രോക്സിമേറ്റ് ഉപയോഗിക്കാം. 1.5 ടൺ ആണെങ്കിലോ 1200 മുതൽ 1800 വരെ വാട്ട്സ് ഉപയോഗിക്കാം. ടണ്ണും വാട്ടും തമ്മിലുള്ള വ്യത്യാസം, തണുപ്പിക്കുന്ന ശക്തിയാണ് ടണ്ണെങ്കിൽ കറണ്ട് ഉപയോഗിക്കുന്നതാണ് വാട്ട് എന്ന് പറയുക. അപ്പൊ മനസ്സിലോട്ട് വരിക, ടൺ എന്ന് പറയുന്നത് തണുപ്പ് കൂടുതൽ, തണുപ്പെന്ന് ചിന്തിക്കുക. വാട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കറണ്ട് ഉപയോഗിക്കുക. ഇപ്പോൾ വരുന്ന ഇൻവെർട്ടർ എ സികളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം പവർ കുറവായിരിക്കും, എന്നാൽ ടണ്ണേജ് ചിലപ്പോൾ കൂടുതലായിരിക്കും. അപ്പൊ അത് കൂടുതൽ എഫിഷ്യന്റ് ആയി പ്രവർത്തിക്കും എന്ന് തന്നെയാണ്. ഇപ്പൊ എ സി നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പരസ്യം മാത്രമല്ല, നമ്മളുടെ വീട്ടിലെ ഏത് മുറിയിലാണ് എ സി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വീട് മൊത്തത്തിലാണോ ചെയ്യുന്നത്, ആ ഒരു മുറിയുടെ വലിപ്പം നോക്കണം. ആ മുറി എത്ര നേരം കൊണ്ട് തണുപ്പിക്കും, അതെല്ലാം നമ്മൾ അറിയണ്ടേ. അതാണ് ടണ്ണേജ് എന്ന് പറയുന്നത്. ഒരു റൂമിന്റെ സൈസ് മറ്റു ഘടകങ്ങൾ അനുസരിച്ചാണ് അത് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു 100 മുതൽ 125 വരെ സ്ക്വയർ ഫീറ്റിനാണെങ്കിൽ ഒരു ടണ്ണും, 120 മുതൽ 150 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 1.5 ടണ്ണും, 180 to 250 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 2 ടണ്ണും ആണെന്നാണ്. ഇപ്പൊ ടണ്ണേജ് മാത്രം നോക്കിയതുകൊണ്ട് കാര്യമുണ്ടോ? അതായത് ഒരു സ്ക്വയർ ഫീറ്റ് നോക്കുമ്പോഴും അതിൽ ചെറിയ പ്രത്യേകത, ഇതിൽ ഉൾക്കൊള്ളുന്ന വായുവിനെയാണ് അത് നോക്കുന്നത്, അത് തണുപ്പിക്കുന്ന ആ ഒരു ഭാഗത്തെയാണ് നോക്കുന്നത്. അപ്പൊ റൂമിന്റെ ഹൈറ്റ് ചിലരെ സംബന്ധിച്ചോളം വലിയ റൂമായിരിക്കും, ചിലപ്പോ 11 അടിക്കുന്ന പകരം 20 അടി വരെ നീളം, കാരണം ഭംഗിക്ക് വേണ്ടി ആ രീതി ചെയ്യുമ്പോൾ അതിനനുസരിച്ച് എന്ത് പറ്റും, നമ്മുടെ ടണ്ണേജ് കൂടുതൽ വേണം. ഇപ്പൊ 11 അടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഹൈറ്റ് സാധാരണഗതിയിൽ വരുന്നതെങ്കിൽ, 10 അടിയാണ് വരുന്നതെങ്കിൽ, ഇപ്പോഴുള്ള പുതിയ വീടുകളിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടോ, 10 അടിയാണ് അവര്, അല്ലെങ്കിൽ അതിൽ താഴ്ത്തിയാണ് ചെയ്യുക. മിക്ക വീടുകളും എ സി ആക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും, അവര് ഹൈറ്റ് കുറച്ചാണ് ചെയ്യുന്നത്. ഹൈറ്റ് കുറച്ച് ചെയ്യുമ്പോൾ എന്താണ്, ഉൾക്കൊള്ളുന്ന എയർ കുറവാണ്, അപ്പൊ തണുപ്പിക്കേണ്ട ഭാഗവും കുറവാകും. എന്നാൽ പണ്ടത്തെ വീടുകളൊക്കെ ഹൈറ്റ് കൂടുതലാകും, കാര്യം അവർ വെന്റിലേഷൻ വെക്കാറുണ്ട്, പുറത്തുനിന്നുള്ള എയർ കയറാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പരിചയമുള്ള വീട് ചെന്നപ്പോ അവിടെ 20-25 അടി ഹൈറ്റിലാണ് ഒരു മുറി. ആ മുറി എ സി ചെയ്യണമെങ്കിൽ
1 ടൺ പോരാ, അവര് 100 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ അതിനേക്കാൾ വലിയ ഏരിയയിലാണ് അത് ഹൈറ്റ് വരുന്നത്. അപ്പോ 1 ടണ്ണിന് പകരം 1.5 ടണ്ണോ 2 ടണ്ണോ AC അവിടെ വേണ്ടി വരും. ഇപ്പൊ റൂമിന്റെ ഹൈറ്റിനേക്കാളോടൊപ്പം തന്നെ അതിന് സൂര്യപ്രകാശം നേരിട്ടടിക്കുന്ന മുറിയാണെന്ന് നോക്കുക. ഉദാഹരണമായിട്ട് അപ്സ്റ്റെയർ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് ചൂട് കൂടുതലായിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്യുക. പിന്നെ പടിഞ്ഞാറേക്ക് തുറക്കുന്ന വിൻഡോകളും പടിഞ്ഞാറേക്ക് തുറക്കുന്ന വാതിലുകളുമാണെങ്കിൽ പടിഞ്ഞാറെന്നാണ് ഏറ്റവും കൂടുതൽ വെയിൽ വരുന്നത്, അപ്പോഴും ചൂട് കൂടാം. അപ്പോൾ ടെമ്പറേച്ചർ വ്യത്യാസങ്ങൾ വരും. ഇനി ആ മുറിയിൽ എത്ര പേരാണ്, ഇപ്പൊ ബെഡ്റൂം ആണെങ്കിൽ എത്ര പേരായിരിക്കും കിടക്കും? 2 പേര്, 3 പേര്, 4 പേര്, 5 പേര്. അപ്പൊ ആളുടെ എണ്ണം കൂടുന്നതനുസരിച്ച് അതിന്റെ വ്യത്യാസങ്ങളും വരും. അപ്പൊ ആ AC മുറിയിൽ നമ്മൾക്ക് ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു TV ഉണ്ടെന്ന് വിചാരിക്കുക. അതെല്ലാം എതിനെ എഫക്ട് ചെയ്യും? ഈ കൂളിംഗ് എയറിനെ എഫക്ട് ചെയ്യും. അതായത് ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട്, അതുപോലെ ടിവിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട്, നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട്, ഇതെല്ലാം ആ AC മുറിയിലെ ACയെ അത് ബാധിക്കും എന്ന് തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇനി നമ്മൾ ഇൻവെർട്ടർ AC വാങ്ങിക്കും, നോൺ ഇൻവെർട്ടർ AC വാങ്ങിക്കും. ഇൻവെർട്ടർ AC എന്ന് പറയുന്നുണ്ടെങ്കിൽ വൈദ്യുതി ലാഭമാണ്, സ്മൂത്ത് കൂളിംഗ് ആണ്. ചിലവ് അത് നോൺ ഇൻവെർട്ടർ ആണെങ്കിലോ കാശ് കുറവാണ്, വാങ്ങിക്കുമ്പോൾ കാശ് കുറവാണ്, പക്ഷെ പവർ കൺസംഷൻ കൂടുതലാവും. ഇന്നത്തെ കാലത്ത് ഇൻവെർട്ടർ AC വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നോക്കുന്നത്, ഞാൻ ഇൻവെർട്ടർ AC പറ്റി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇനി നോക്കുന്നത് സ്റ്റാർ റേറ്റിംഗ് ആണ്, എനർജി കൺസപ്ഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഈ സ്റ്റാർ റേറ്റിംഗ് നോക്കുമ്പോൾ 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ എന്നീ തരങ്ങളിൽ പോകും. 3 സ്റ്റാർ ആണെങ്കിൽ മിതമായി വൈദ്യുതി ഉപയോഗം, പക്ഷെ ക്യാഷ് കുറവായിരിക്കും. 5 സ്റ്റാർ ആണെങ്കിൽ കൂടുതൽ വൈദ്യുതി ലാഭമാണ്, എന്നാൽ അതിന് ക്യാഷ് കൂടുതലായിരിക്കും. ബ്രാൻഡ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി നമ്മളെപ്പോൾ നോക്കണം. കോപ്പർ കണ്ടൻസർ ആണോ, സർവീസ് അവൈലബിലിറ്റി ആണോ? ഇപ്പൊ നമ്മൾ പുറത്തുനിന്ന് AC കൊണ്ടുവന്നു, വിദേശത്ത് നിന്ന് ഒരു AC കൊണ്ടുവന്നു. ആ AC നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നന്നാക്കണമെങ്കിൽ വിദേശത്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും സർവീസ് സെന്റർ ഉണ്ടാവണം. അപ്പോൾ LGയുടെ ഒരു AC നമ്മൾ വാങ്ങിച്ചു, അതോടൊപ്പം തന്നെ പുറത്തുനിന്ന് നമ്മളൊരു AC വാങ്ങിച്ചു. എന്നാൽ LGക്ക് നമുക്ക് സർവീസ് സെന്റർ ഉണ്ട്, പിന്നെ പുറത്തുനിന്നുള്ളതിന് സർവീസ് സെന്റർ ഇല്ല. അത് വീട്ടിൽ എലിനെ പിടിക്കാനായിട്ട് ഉപയോഗിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പൊ പലരും വിദേശത്തേക്ക് നോക്കുമ്പോൾ എല്ലാ കാലവും നമ്മോടൊപ്പം ഉണ്ടാകുന്ന നല്ല അവരുടെ സർവീസ് പേഴ്സണാലിറ്റി അഫയർസ് എന്നൊക്കെ ചിന്തിക്കുക. അപ്പോ ഒരു ടൺ തന്നെ എടുക്കുമ്പോൾ റൂം സൈസ്, ഹീറ്റ് ഫാക്ടേഴ്സ്, ഇൻവെർട്ടർ, സ്റ്റാർ റേറ്റിംഗ്, ബ്രാൻഡ്, ഇതെല്ലാം നമ്മൾ നോക്കി വാങ്ങിക്കേണ്ടി വരും എന്ന് തന്നെയാണ് നാം ചിന്തിക്കേണ്ടത്. 3 സ്റ്റാർ എന്നുള്ളത് ആവറേജ് ആണ്, 5 സ്റ്റാർ എന്നുള്ളത് കുറവ് കറണ്ടാണ്, ബെസ്റ്റ് ആണ്. ഇപ്പൊ സ്റ്റാർ റേറ്റിംഗ് എത്ര ഉപകരണത്തിനുണ്ടാകും? മാക്സിമം ഒരു 20 ഉപകരണത്തിനാണ്. തോന്നുന്നത് എല്ലാത്തിനും ഇടുന്ന ഒന്നല്ല സ്റ്റാർ റേറ്റിംഗ് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണം, തേപ്പ് പെട്ടിക്ക് എന്തിനാണ് സ്റ്റാർ റേറ്റിംഗ്? എവിടെയാണ് പവർ കൺസംഷൻ വരുന്നത്? തേപ്പ് പെട്ടിയെ സംബന്ധിച്ചോളം ഓൺ ഓഫ് അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന സമയത്തെ ക്രമീകരിച്ചാണ് അതിന്റെ വാട്ടർ റേറ്റിംഗ് വരുന്നത്. അപ്പോ ഒരു തേപ്പ് പെട്ടിക്ക് സ്റ്റാർ വരികയാണെങ്കിൽ അത് നമ്മളെ പറ്റിക്കാൻ തന്നെയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഉപകരണത്തിൽ നമ്മൾ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും, അല്ലെങ്കിൽ പരസ്യം പോലെ തന്നെ സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. എല്ലാത്തിനും സ്റ്റാർ റേറ്റിംഗ് ബാധകമല്ല. ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടുന്നത്. ISEER ആണ് സ്റ്റാർ റേറ്റിംഗിന്റെ വരുന്നത്. അത് കൂളിംഗ് എഫിഷ്യൻസി ആണ്. ISEER എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ആണ്. എത്ര കൂളിംഗ് നൽകുന്നു, അല്ലെങ്കിൽ AC-ക്ക് എത്ര കൂളിംഗ് നൽകുന്നു, എത്ര കറണ്ട് ഉപയോഗിക്കുന്നു എന്നതിന്റെ റേഷ്യോയാണ് ഇത് തരുന്നത്. EER എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സീസണൽ എനർജി എഫിഷ്യൻസി റേഷ്യോ ആണ്. അപ്പൊ അതായത് BEE കൊടുക്കുന്ന റേഷ്യോയാണ് ISEER. ഒരു AC വാങ്ങിക്കുമ്പോൾ അതില് റേഷ്യോ കൊടുത്തിട്ടുണ്ടാവും. ISEER എന്നതിന്റെ നേരെ ഒരു റേഷ്യോ കൊടുത്തിട്ടുണ്ടാവും. ആ റേഷ്യോ വെച്ചിട്ടാണ്, അതിന്റെ വാട്ടേജ് വെച്ചിട്ടാണ്
അത് വരുന്നത് എന്ന് ചിന്തിക്കുക. 3.5 എന്ന് കാണുകയാണെങ്കിൽ അത് 3 സ്റ്റാർ എന്ന് ചിന്തിക്കുക. അതിന്റെ സ്ഥാനത്ത് 4.5 എന്ന് കാണിക്കുകയാണെങ്കിൽ അത് 5 സ്റ്റാർ എന്ന് വിളിക്കുക. അത് 3.5 വാട്ട്സ് എന്ന് കാണിക്കുക. അത് കൂളിംഗ് കപ്പാസിറ്റി ആണ്. ഹൈ ISEER എന്ന് പറഞ്ഞെങ്കിൽ ബെറ്റർ എഫിഷ്യൻസി ആണ്. ലോ ISEER എന്ന് പറഞ്ഞെങ്കിൽ കൂടുതൽ കറണ്ട് വേസ്റ്റ് എന്നാണ്. ചിലത് ലോ എന്ന് കാണിക്കും, ചിലത് ഹൈ എന്ന് കാണിക്കും. അതുപോലെ ACL സ്പെസിഫിക്കേഷൻ, അത് സ്റ്റിക്കറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കാണാം. സ്റ്റാർ റേറ്റിംഗ് കാണാം, ഇലക്ട്രിസിറ്റി എഫിഷ്യൻസി കാണാം, ISEER വാല്യൂ കാണാം. അതായത് 3.5, 4.2 അതിൽ കൂടാം, അതിൽ കുറയാം. അപ്പൊ അതിനനുസരിച്ചിട്ട് അപ്പൊ നമ്മൾ എടുക്കുമ്പോൾ 3.5 ISEER വാല്യൂ നോക്കുമ്പോൾ 3.5 4.2 എടുക്കുക. വില അനുസരിച്ചിട്ടാണെങ്കിൽ കൂടുതലാകും 4.2, 3.5 ആണെങ്കിൽ കുറഞ്ഞാകും. കൂളിംഗ് കപ്പാസിറ്റി വാട്ടേജിലാണ്, AC പവർ ടണ്ണിലാണ്, ആനുവൽ പവർ കൺസംഷൻ എന്ന് അത് നമ്മളുടെ റേറ്റിംഗ് അനുസരിച്ചിട്ടാണ്. ഇനി റേറ്റിംഗിനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ഒരു കംപ്രസർ ടൈപ്പ് അതിൽ കാണിക്കും. കംപ്രസർ ടൈപ്പിൽ ഇൻവെർട്ടർ കാണിക്കും, നോൺ ഇൻവെർട്ടർ കാണിക്കും. ഇൻവെർട്ടർ ടൈപ്പാണ് ഏറ്റവും നല്ലത്. വളരെ കുറച്ച് ഉപയോഗം. ഇപ്പൊ ഇൻവെർട്ടറും നോൺ ഇൻവെർട്ടറും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ, ഇൻവെർട്ടർ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന വീടുകളിലെ ഓഫീസുകളിലെല്ലാം ഇൻവെർട്ടർ ടൈപ്പാണ് വേണ്ടത്. എന്നാൽ നോൺ ഇൻവെർട്ടർ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഉപയോഗമുള്ളവർക്ക് നോൺ ഇൻവെർട്ടർ. എന്താണ് നോൺ ഇൻവെർട്ടറും എന്താണ് ഇൻവെർട്ടറും തമ്മിൽ വ്യത്യാസം? ഇത് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാണ്. നമ്മൾ ഫ്രിഡ്ജുകള്, ഇൻവെർട്ടർ അല്ലാത്ത ഫ്രിഡ്ജുകള് കുറച്ചു നേരം ഓഫ് ആകും അല്ലേ? ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഓഫ് ആകും. എന്നിട്ട് ഒരനക്കമില്ല ഫ്രിഡ്ജിന്. പണ്ടുള്ളത് വേറെയും അത് കേടായിരുന്നു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അത് സ്റ്റാർട്ട് ചെയ്യും. അതെന്തുകൊണ്ടാണ്? ആ ഫ്രിഡ്ജിന് ആവശ്യമായ ടെമ്പറേച്ചർ അതിൽ വരുമ്പോൾ തെർമോസ്റ്റാറ്റ് അനുസരിച്ചിട്ട് ആ ഫ്രിഡ്ജ് ഓഫ് ആകും, പിന്നെ അത് സ്റ്റാർട്ട് ആകും. ആ ഒരു സിസ്റ്റത്തിനെയാണ് നോൺ ഇൻവെർട്ടർ എന്ന് പറയുന്നത്. ഇപ്പോ നമ്മുടെ ഫാനിനെ പറ്റി ചിന്തിക്കാം. ഫാൻ, റെഗുലേറ്റർ ഫാൻ ഉണ്ട്, റെഗുലേറ്റർ ഫാനില്ല. ഇപ്പൊ നമ്മളൊരു വീട്ടില് ഫാൻ വാങ്ങിച്ചു, റെഗുലേറ്റർ ഇല്ല. റെഗുലേറ്ററിലേക്ക് എന്ത് സംഭവിക്കും? അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? എന്നാൽ റെഗുലേറ്റർ വെച്ചാൽ എന്ത് പറ്റും? അത് സ്പീഡ് കുറയ്ക്കാം, സ്പീഡ് കൂട്ടാം. അപ്പോ ആ റെഗുലേറ്റർ ഇല്ലാത്ത ഫാനിനെ എങ്ങനെ ഓഫ് ചെയ്യും? എതിരെ ഓഫ് ചെയ്യുന്ന റെഗുലേറ്ററിൽ ഓഫ് ചെയ്യുന്നത് അത് സ്വിച്ചിലാണ്. പക്ഷേ റെഗുലേറ്റർ ഉള്ള ഫാനിനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്ത് ഓഫ് ചെയ്യും. 1 മിനിറ്റ് ആണ് നമ്മൾ വണ്ടി ബ്ലോക്ക് എങ്കിലോ നമ്മൾ വണ്ടി ഓഫ് ചെയ്യില്ല. കാരണം എന്താണ്? എഞ്ചിൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് പറ്റും? പെട്രോൾ കൺസംഷൻ അല്ലെ ഡീസൽ കൺസംഷൻ കൂടും. അപ്പൊ അത് തന്നെയാണ് നോൺ ഇൻവെർട്ടർ ACയും വരുന്നത്. കാര്യം ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് ഓൺ വരുമ്പോൾ കറണ്ട് കൂടുതലാവും. എന്നാൽ ഇൻവെർട്ടർ AC ആണെങ്കിലോ അത് സ്ലോയിൽ തന്നെ പോകും. നമുക്ക് ആവശ്യമായ തണുപ്പനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ റെഗുലേറ്റിംഗ് ആണ് അത് ചിന്തിക്കുക. അത് കറണ്ട് ലാഭമാണ്. എന്നാൽ ഇൻവെർട്ടർ അല്ലാത്ത ഫ്രിഡ്ജ് AC ആണെങ്കിലോ അത് കറണ്ട് കൂടുതലാകും, അത് ഇടയ്ക്കിടയ്ക്ക് ഓഫാകും എന്ന് തന്നെയാണ്. ഇപ്പൊ ACയുടെ ടണ്ണേജും വാട്ടേജും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതുപോലെ തന്നെ ഡി ലെവലിനെ പറ്റിയും അതുപോലെ സ്റ്റാർ റേറ്റിംഗിനെ പറ്റിയും പറഞ്ഞു. ഇനിയുള്ളത് ACയുടെ ഉപയോഗം, എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഏത് റേഞ്ചിലിടണം. നമ്മളത്തില് പരസ്യങ്ങൾ കണ്ടുപോയി വാങ്ങിക്കലല്ല. ACയെ പറ്റി ശരിക്കും അറിയാം, നന്നായിട്ട് അറിയണം. ഇത് എയർ കൂളർ വേണോ, AC വേണോ, നമ്മുടെ വീട്ടിലേക്ക് ഫാൻ വേണോ, BLDS ഫാൻ വേണോ, ഏത് തരത്തിലുള്ളത് വേണം എന്നുള്ള ഡീറ്റെയിൽഡ് ആണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് കറണ്ട് കുറയ്ക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അതിനു മുമ്പായിട്ട് അത് എന്താണെന്ന് അറിയണ്ടേ? ഇത് മീറ്റർ, നമ്മുടെ എനർജി മീറ്റർ, ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ എനർജി മീറ്ററിനെ പറ്റി അറിയണ്ടേ? ആ എനർജി മീറ്ററിന്റെ പൾസ് റേറ്റിംഗ് അറിയണ്ടേ? എത്രയധികം കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നവരുണ്ട്. ഇതെല്ലാം ഞാൻ തീർച്ചയായിട്ടും പറയുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ബൈ.